ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. ഒന്നും വേണ്ട, നീ ഫോണി തന്നെ. പറ്റില്ല ഹരിയേട്ടാ, എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ലേ, ഞാനത് തിരുത്താം. ഇപ്പൊ തന്നെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയിട്ട് ശരിയാക്കി കൊണ്ടുവരാം. ശരവണ, നിന്റെ പെങ്ങൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? നീ അവനെ കൊല്ലുവോ, അതോ വിളിച്ചുകൊണ്ടൊന്ന് കല്യാണം നടത്തി കൊടുക്കോ? പക്ഷേ ഞാൻ ചെയ്തത് കണ്ടോ നീ? അവനെ തേടിപ്പോയി കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ പെങ്ങളുടെ മുമ്പിൽ നിർത്തി അവളെ കല്യാണത്തിന് സമ്മതിപ്പിച്ചു. എന്തിനാ ശരവണ ഞാൻ എന്റെ ദേഷ്യമടക്കെ അവനെ കൊല്ലാതെ വിട്ടത്? എന്റെ പെങ്ങളുടെ ദേഹത്ത് കൈവച്ചവനെ ഞാൻ കൊല്ലാതെ വിട്ടത് എന്തിനാടാ? പറയടാ. എല്ലാവർക്കും വൈകാതെ മനസ്സിലാവും. മനസ്സിലാക്കി തരാടാ ഞാൻ നിങ്ങൾക്കൊക്കെ. കണ്ടില്ലേ, ഇതാ അവരുടെ യഥാർത്ഥ സംഭവം. ജ്യോതി മനു ഒന്നിക്കണം, അവർ തമ്മിൽ ഒന്നിച്ചേ പറ്റൂ. പക്ഷേ അത് നടത്തി കൊടുക്കുന്നതിലൂടെ ജീവൻ ലക്ഷ്യമിടുന്നത് നിത്യയുടെ ജീവനാ. അത് സമ്മതിക്കാൻ പാടില്ല. ശരിയാ ഹരി, ഈ വീഡിയോ നിത്യ കാണിക്കണം, അപ്പോൾ അവൾക്കെല്ലാം മനസ്സിലാവും. ഹരി ഷൂട്ട് ചെയ്ത വീഡിയോ നിത്യയെ കാണിക്കും. പിന്നെ നിത്യ ഒരിക്കലും ജീവനെ വിശ്വസിക്കില്ല. അവരത് നിത്യയെ കാണിക്കാൻ പാടില്ല. ജ്യോതി, ജ്യോതി, അവളെ കുറച്ച് വെള്ളം കൊണ്ടുവാ. ജ്യോതി, ജ്യോതി എവിടെ? അവള് പുറത്തുണ്ടമ്മേ. മോളെ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, ഒരു തലവേദന പോലെ. ശരി അമ്മേ.
ജോലിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ കഴിയും. എന്ത് മോളെ? ജോലി കഴിഞ്ഞ് എന്റെ അടുത്തേക്കൊന്ന് വരുമോ? ആദ്യം നിന്റെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റും, എന്നിട്ട് സംസാരിക്കാം. ചില അതെ, കല്യാണി ആദ്യം കൂടി അപ്പുറത്തെ പറമ്പിൽ കളിക്കാൻ പോയില്ലേ? ആദ്യം ഒന്ന് വീണുന്ന് തോന്നു. ഒന്ന് ചെന്ന് നോക്കി. എന്റെ ഈശ്വര, ഈ പിള്ളേര് പറഞ്ഞാലും കേക്കില്ല. ആദി, ഏയ്, എടി. ഐം സോറി ഹരിയേട്ടാ. ഇങ്ങ് വന്നേ. പൊട്ടിപ്പോയല്ലോ. കുഴപ്പമില്ല, അതിങ്ങ് താ. അയ്യോ വേണ്ട, എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. അതൊന്നും വേണ്ട, നീ ഫോണി വന്നേ. പറ്റില്ല ഹരിയേട്ടാ, എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ലേ, ഞാനത് തിരുത്താം. ഇപ്പൊ തന്നെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയിട്ട് ശരിയാക്കി കൊണ്ടുവരാം. എടി, നിക്കടേ അവിടെ. നിന്നോട് വേണ്ടെന്ന് പറഞ്ഞല്ലേ, നീ ഫോണി വന്നേ. 10 മിനിറ്റ് ക്ഷമിക്കുക ഹരിയേട്ടാ, ഇപ്പൊ വരാം ഞാൻ. നിന്നോട് നിക്കല്ല പറഞ്ഞു. എടി, നീ കണ്ടില്ലേ, ഇതാ ഇവിടെ സംഭവിക്കാറ്. അതുകൊണ്ട് തന്നെ ആർക്കും നിത്യയോട് സത്യം പറയാനാവുന്നില്ല. ഛേ.